ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ സപ്പോർട്ടും റെസ്പോൺസും എല്ലാം എനിക്ക് കിട്ടിയിരുന്നു. ഈവൻ ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സും എല്ലാവരും പറഞ്ഞു, ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ പറഞ്ഞു കറക്റ്റ് ചെയ്യാനായിട്ട്. ഡെഫിനറ്റ്ലി നമുക്ക് ലേറ്റർ വീഡിയോസിൽ അതെല്ലാം പരിഹരിക്കാവുന്നതാണ്. അതുപോലെ ചില ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞു, അവിടെ അന്ന് പോയ ട്രാവൽ വ്ളോഗ്സിലെ ചില സ്ഥലങ്ങളെ പറ്റി കൂടുതൽ മെൻഷൻ ചെയ്യുന്നതും വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഞാനത് എന്തായാലും ചെയ്യും. ഡെഫിനറ്റ്ലി ഐ ബി പോസ്റ്റിംഗ് ദോസ് വീഡിയോസ്. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ടായിരിക്കില്ല, കാരണം ട്രാവലിംഗ് ബ്ലോഗ്സ് മാത്രം ചെയ്യാനുള്ള എനിക്ക് ഇൻട്രസ്റ്റ്. ബിക്കോസ് ഞാനിപ്പോൾ ഓട്ടോവേയിലാണ്. അപ്പോൾ ഞാനിപ്പോൾ അറ്റൻഡ് ചെയ്യുന്ന എന്തെങ്കിലും പരിപാടികൾ ഉണ്ടായിരിക്കും, അതല്ലെങ്കിൽ ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് വീക്ക് ഇവിടെ ഒരു മലയാളികളുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ 2-3 ഫ്രണ്ട്സ് അത് അറ്റൻഡ് ചെയ്തു. പുറത്ത് താമസിക്കുന്നവർക്ക് മലയാളികളുടെ പരിപാടി സദ്യ, മലയാളികളെ കാണാനായിട്ട് ഒരു അവസരം കിട്ടുന്നു. ആൻഡ് ഈവൻ ഈ വിന്റർ പോലുള്ള സമയത്ത് നമുക്ക് ഈ എത്തനിക് വേഴ്സ് ഒക്കെ ഇട്ട് പോകാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഇവിടെ ഓട്ടോവേയിൽ മലയാളി അസോസിയേഷൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പം ഞാനും ഭാമിയും റോഷനും അതിന് പോവാണ്. അവർ ഓൾറെഡി അവിടെ വെയിറ്റിംഗാണ്. ഞാൻ വേഗം പോട്ടെ. അപ്പം ഞാൻ കൂടുതൽ വീഡിയോസ് കാണിച്ചു തരാം. നല്ല രീതിയിൽ തണുപ്പാണ്. മഞ്ഞ് കണ്ടോ? മഞ്ഞ് ശരിക്കും പോയതാ, വീണ്ടും മഞ്ഞ് വന്നു. ഇതിപ്പോൾ സ്പ്രിങ്ങാ, എന്താന്ന് അറിഞ്ഞൂടാ. അവിടുന്ന് ഞാൻ മെട്രോ എടുത്തു. 3 സ്റ്റോപ്പിനുള്ളിൽ തന്നെ ബാമയുടെ സ്റ്റോപ്പിലെത്തും. പിന്നെ അവിടുന്ന് നമ്മൾ ഒന്നിച്ച് ബസ് എടുത്ത് റോഷിൻ്റെ അവിടെ പോകണം. ഇതായിരുന്നു നമ്മുടെ പ്ലാൻ. അങ്ങനെ അധികം ലേറ്റ് ആവാതെ തന്നെ നമ്മൾ സ്റ്റോപ്പിലെത്തി. നമുക്ക് ബസ്സും കിട്ടി. സ്കൂളിൽ പഠിക്കുന്ന സമയം മുതൽ ഒരു 5th 6th ഒക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ വീട്ടുകാർ നമ്മളെ ബസ്സിൽ വിട്ടു തുടങ്ങിയതാണ്. അപ്പോൾ ആ സമയത്ത് ഭയങ്കര പ്രൗഡ് മൊമെൻറ്റാണ്. കാരണം വാനിലും ഓട്ടോയിലും ഒക്കെ വന്നിരുന്ന ഫ്രണ്ട്സ് നമുക്കുണ്ടായിരുന്നു. പിന്നെ നമുക്കിതെല്ലാം മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് പേരൻസിന് അറിയുന്നത് കൊണ്ടാണ് അവരിത് നോക്കിയായത്. ബട്ട് ഇതിൻ്റെ ഒരു വേഴ്സ്റ്റ് പാർട്ട്, മിക്ക ദിവസവും കണ്ടക്ടർമാരും ഡ്രൈവേഴ്സുമായിട്ട് അടിയായിരിക്കും. ബിക്കോസ് സ്റ്റുഡൻസിന് അവർ കൺസെഷൻ കൊടുക്കണം ആൻഡ് ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഇറ്റ്. പക്ഷേ ഇപ്പോൾ ആലോചിക്കുമ്പോൾ അതൊക്കെ ഒരു രസമാണ്. ദെൻ റോഷൻ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തു. ഈ ഒരു പ്രോഗ്രാമിന് വരാൻ വേണ്ടി അതിരാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോയി ടയേർഡായി വന്ന റോഷൻ അതിൻ്റെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളോട് പറയായിരുന്നു. പുറത്തെല്ലാം മഞ്ഞായിരുന്നത് കൊണ്ട് തന്നെ നോക്കിയിരിക്കാനും എല്ലാം അടിപൊളിയായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വണ്ടി ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്ന ചേട്ടൻ നമ്മളോട് ചോദിച്ചു, നിങ്ങൾ ഏത് ഭാഷയാണ് സംസാരിക്കുന്നത്? കാരണം അത്രയും സ്പീഡിലാണ് നിങ്ങൾ 3 പേരും സംസാരിക്കുന്നത്. പിന്നീട് ഞങ്ങൾ മലയാളമാണെന്നും കേരളത്തിൽ നിന്നാണെന്നെല്ലാം പറഞ്ഞു. ആക്ച്വലി ആള് ഇന്ത്യൻ ആയിരുന്നു, പക്ഷേ ഹരിയാനയിൽ നിന്നാണ്. സൗത്ത് എന്ന് പറയാൻ അറ്റ്ലീസ്റ്റ് ആ ചേട്ടൻ വന്നിരിക്കുന്നത് മുംബൈ ആണെന്നും പിന്നെ അതിനെപ്പറ്റി പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും നമ്മൾ ഏകദേശം നമ്മുടെ സ്ഥലത്തെത്തി. ചെറിയ രീതിയിൽ ഫോട്ടോസ് എല്ലാം എടുത്ത് നമ്മൾ വേഗം പരിപാടിയിൽ ജോയിൻ ചെയ്തു. ഫെഡറേഷൻ ഓഫ് കനേഡിയൻ മലയാളി അസോസിയേഷൻ ഓർ ഫോക്മ ഇവരുടെ നേതൃത്വത്തിലായിരുന്നു ഇത്തവണത്തെ കേരളോത്സവം നടത്തിയത്. 2023 ഇവർ തന്നെ ഓർഗനൈസ് ചെയ്ത ഓണം, കേരളപ്പിറവി, ഇതെല്ലാം ഭയങ്കര അടിപൊളിയായിരുന്നു. ചെറിയ കുട്ടികളെ കോർഡിനേറ്റ് ചെയ്ത് തിരുവാതിര, ഒപ്പന, മാർഗംകളി എന്നീ പരിപാടികളും കേരള ചരിത്രത്തിലെ തന്നെ പ്രസിദ്ധരായ തുഞ്ചത്തെഴുത്തച്ഛൻ, ശ്രീനാരായണ ഗുരു, അക്കാമ ചെറിയാൻ ഇവരുടെ എല്ലാം ഫാൻസി ഡ്രസ്സും ഉണ്ടായിരുന്നു. പൂരത്തിൻ്റെ നാട്ടിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ചെണ്ടമേളം കേട്ടപ്പോൾ അതൊരു രോമാഞ്ചം തന്നെയായിരുന്നു. പിന്നീട് അവിടെ നിന്ന് സദ്യയുടെ വിളിക്കുള്ളൊരു കാത്തിരിപ്പായിരുന്നു. അപ്പോൾ അവരൊരു അനൗൺസ്മെൻറ്റും നടത്തി. 3 കളർ റിസ്റ്റ് ബാൻഡിൽ യെല്ലോയ്ക്ക് ആയിരിക്കും ലാസ്റ്റ് കിട്ടുന്നത്. പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ബാക്കി പരിപാടികളെല്ലാം കണ്ട് കാത്തിരുന്നു. ഫൈനലി ഞങ്ങൾ ഓൾമോസ്റ്റ് ബെസ്റ്റ് പാർട്ട് ഓഫ് ദ ഡേയിലേക്ക് എത്തി. അങ്ങനെ ചോറ് വന്നു, സാമ്പാർ വന്നു, അവിയലും തോരനും വന്നു, 2 വട്ടം പപ്പടവും വന്നു. കുറേ നാൾ കൂടി സദ്യ കഴിക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല, പായസം കൂടി കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ടയേർഡായി. എത്രയും പെട്ടെന്ന് വീടെത്തണം എന്ന് മാത്രമായിരുന്നു എല്ലാവരുടെയും ചിന്ത. ദെൻ അവിടെ നിന്നൊരു ഗുഡ് നൈറ്റ് എല്ലാം പറഞ്ഞ് എല്ലാവരും വേഗം തന്നെ പിരിഞ്ഞു. അപ്പോൾ അതായിരുന്നു ഞങ്ങളുടെ അന്നത്തെ ഒരു ദിവസത്തെ മെയിൻ പരിപാടി. ആ പരിപാടിക്ക് പോകുന്നതും ഏത് രീതിയിലുള്ള ഡ്രസ്സ് ഇടണം, ആൻഡ് എസ്പെഷ്യലി വിൻ്റർ ആണ്, അപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ കെയർഫുൾ ആയിരിക്കണം. പക്ഷേ വി റിയലി ഹാഡ് അടിപൊളി മൊമെൻറ്റ്സ്, ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ്. എസ്പെഷ്യലി നല്ല രീതിക്ക് സദ്യ കഴിക്കാനായിട്ട് പറ്റി. അപ്പോൾ അതൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു, പക്ഷേ ഇനി ഇതുപോലുള്ള എൻഗേജിങ് ആയിട്ടുള്ള വീഡിയോസ് കൂടുതൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. Hope you guys enjoy. Bye bye.